സംഘം ആദ്യം മുതലേ പറയുന്നത് ആളുകൾ രണ്ട് തരത്തിലേ ഉള്ളൂ എന്നുള്ളതാണ്. ഒന്ന്, ഇന്നത്തെ സ്വയംസേവകർ. രണ്ട്, നാളെ സ്വയംസേവകരാകേണ്ടവർ. RSS ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സംഘടന, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ്. കേരളത്തിലെ കോൺഗ്രസ് ആയാലും CPM ആയാലും ഓരോ സന്ദർഭം വരുമ്പോഴും RSSൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് അവരെ സമീപിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമാണ്. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ മറ്റേത് നവോത്ഥാന നായകന്മാരെക്കാൾ കൂടുതൽ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് ഭരണഘടനാപരമായിട്ട് അവകാശപ്പെട്ട പല കാര്യങ്ങളും കേരളത്തിൽ ലഭിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും കുറച്ചുകൂടി ഒരുമിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ അനുഭവങ്ങൾ രണ്ട് സമൂഹത്തിനുമുണ്ട്. അതൊരു പക്ഷേ ഭാവിയിൽ ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടു വന്നാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. BJPയോ കേന്ദ്ര ഗവൺമെൻറ്റോ മറുപടി പറഞ്ഞാൽ രാഷ്ട്രീയമാണെന്ന് പറയും. കോടതിക്ക് രാഷ്ട്രീയമല്ലല്ലോ. കോടതി രണ്ടു കൂട്ടരുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് സംസ്ഥാന സർക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ആളുകളെ പറ്റിക്കാൻ നോക്കരുത്, ആളുകളെ ബുദ്ധികളാക്കാൻ ശ്രമിക്കരുത്. ശ്രീ MP രമേശ്, 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ, കോർപ്പറേഷൻ ഒക്കെ ഈ വർഷം നടക്കും. അടുത്ത വർഷം നിയമസഭ. പൊതുവെ വാചാടോപങ്ങൾ കൊണ്ട് സമ്പന്നമാണ് രാഷ്ട്രീയ കേരളം. ഈ അടുത്ത് ശിവഗിരിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സനാതനധർമ്മത്തെപ്പറ്റി പറഞ്ഞു. ഒപ്പം തന്നെ MV ഗോവിന്ദൻ സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തു തോന്നുന്നു താങ്കൾക്ക്? കേരളത്തിൽ വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുമൊക്കെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ കേരളത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. പക്ഷേ വളരെ ബോധപൂർവം ആ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ ഞാൻ ഇത്തരം വിവാദങ്ങളെ കാണുന്നുള്ളൂ. കാരണം സനാതനധർമ്മത്തിൻ്റെ വൈശിഷ്ട്യങ്ങളും ആ ധർമ്മത്തിൻ്റെ പ്രത്യേകതകളുമൊക്കെ ഈ നമ്മുടെ പ്രപഞ്ചമുള്ളിടത്തോളം നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അതിലൊരു മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ബോധപൂർവം അത്തരം പ്രസ്താവനകൾ ഇറക്കി അത് സ്വാഭാവികമായും മറ്റുള്ളവരും ഏറ്റുപിടിക്കുമല്ലോ. അങ്ങനെ ഏറ്റുപിടിക്കുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കീഴിൽ കേരളം അനുഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയും വികസന പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് ബോധപൂർവം വഴിതിരിച്ചു വിടാനുള്ള ഒരു രാഷ്ട്രീയ അടവ് നയമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എല്ലാ കാലത്തും CPM ഇത് ചെയ്യാറുണ്ട്. ചില സന്ദർഭത്തിൽ അത് ഒരു പ്രോ മുസ്ലിം നിലപാടായിരിക്കും, ചില സമയത്ത് ആൻറ്റി മുസ്ലിം നിലപാടായിരിക്കും, ചില സന്ദർഭത്തിൽ പ്രോ ഹിന്ദു അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ EMSൻ്റെ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് EMS LDF സദ്ദാം ഹുസൈൻ്റെ കൂടെയാണ്. കേരളത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒട്ടും പ്രസക്തിയില്ലാത്തൊരു വിഷയം ബോധപൂർവം കൊണ്ടുവരികയാണ്. അത് എല്ലാ കാലത്തും CPMൻ്റെ ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പേരിൽ ഇന്ന് നടക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്ന വിവാദം, പക്ഷേ അവർ ആഗ്രഹിച്ചതുപോലെ അത് വിലപ്പോയില്ല. ആ വിവാദം കേരളത്തിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്കുകളിലേക്ക് ഒരിക്കൽ കൂടി കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. CPMഉം കോൺഗ്രസും എന്തിനേറെ ഈ മുന്നണിയില്ലാത്ത PV അൻവറും എല്ലാവരും പറയുന്നത് RSS അല്ലെങ്കിൽ സംഘപരിവാറിന് ഇവർ എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്, പരസ്പരം ആരോപിക്കുകയാണ്. അതായത് കോൺഗ്രസ് പറയുന്നു CPMന് സംഘപരിവാർ ബന്ധമുണ്ട്, CPM പറയുന്നു കോൺഗ്രസിന് സംഘപരിവാർ ബന്ധമുണ്ട്, ഇതൊന്നുമില്ലാത്തവരും പറയുന്നു CPMനും കോൺഗ്രസിനും സംഘപരിവാർ ബന്ധമുണ്ട്. എങ്ങനെ കാണുന്നു ഇതിനെ? അല്ല, സംഘപരിവാറിന് എല്ലാവരുമായിട്ടും ബന്ധം വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണല്ലോ. സംഘം ആദ്യം മുതലേ പറയുന്നത് ആളുകൾ രണ്ട് തരത്തിലേ ഉള്ളൂ എന്നുള്ളതാണ്. ഒന്ന്, ഇന്നത്തെ സ്വയംസേവകർ. രണ്ട്, നാളെ സ്വയംസേവകരാകേണ്ടവർ. അപ്പോൾ കേരളത്തിലെ എല്ലാ സംഘടനകളുമായിട്ടും എല്ലാ വ്യക്തികളുമായിട്ടും ബന്ധം സ്ഥാപിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ് RSS. അത് വ്യക്തിപരമായ ബന്ധമാണ്. ഇവിടെ നടക്കുന്നത് RSS ബന്ധമെന്ന് പറയുന്ന ഒരു അന്തരീക്ഷമുണ്ടാക്കി ആളുകളെ ചിത്രപഥം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. എന്താണ് ഇപ്പോൾ RSS ബന്ധത്തിന് കുഴപ്പം?
RSS ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സംഘടന, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ്. 100 വർഷം പ്രവർത്തിച്ചിട്ട് 1% പോലും പുറകോട്ട് പോകാതെ, ഒരു ചെറിയ പിളർപ്പോ എതിർശബ്ദം പോലും ഇല്ലാതെ നിലനിൽക്കുന്ന ലോകത്തിലെ ഏക സംഘടന. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് പരിശോധിച്ചാൽ അങ്ങനെയൊരു സംഘടന RSS മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വാദപ്രതിവാദം നടത്തുന്നത് അങ്ങേയറ്റത്തെ അല്പത്തരമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇവരെല്ലാവരും, കേരളത്തിലെ കോൺഗ്രസ് ആയാലും CPM ആയാലും, ഓരോ സന്ദർഭം വരുമ്പോഴും RSSൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് അവരെ സമീപിച്ചിട്ടുണ്ട്. RSSൻ്റെ ലീഡർഷിപ്പുമായി പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പല സന്ദർഭത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോഴുണ്ടാകുന്നത്, കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു RSS ഫീലിംഗ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആവിർഭാവത്തോടുകൂടി ആദ്യം അത് RSS ആകും, പിന്നെ ഹിന്ദു ആകും. ഈ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ഈ RSS ബന്ധം ആരോപിക്കുന്നത്. സത്യസന്ധമായി പറഞ്ഞാൽ RSSുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധം പുലർത്താത്ത ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിലില്ല എന്നുള്ളതാണ് സത്യം. ഒരു പരാമർശത്തിൽ പറഞ്ഞിരുന്നു, പാണക്കാട് തങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ UDFൽ സ്ഥാനമുള്ളൂ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. കാരണം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസിൽ ചേരുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെ സന്ദർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ എല്ലാ സഖ്യകക്ഷികളും ഒരുപോലെയാണ്. UDFിലെ മറ്റ് സഖ്യകക്ഷികൾക്കില്ലാത്ത എന്ത് പ്രാമാണികതയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോലും നിലനിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കോൺഗ്രസിലെ നേതാക്കന്മാരെ കണ്ടാൽ മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയോ പാണക്കാട് തങ്ങളുടെയും പിന്തുണ വേണം എന്നുള്ളത് അതൊരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ ഗതികേടായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പാണക്കാട് പണ്ടും രാഷ്ട്രീയ നേതാക്കന്മാർ പോയിട്ടുണ്ട്. അത് കോൺഗ്രസിനായാലും മറ്റേത് പാർട്ടിയായാലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പോകാറുണ്ട്. പക്ഷെ നിലനിൽപ്പിന് വേണ്ടി പാണക്കാട് പോകുന്നത് കേരളത്തിൽ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഗതികേടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള ബന്ധം സനാതന ധർമ്മത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനും, ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മമായിട്ടൊരു ബന്ധവുമില്ലെന്ന് പറയാനും, അല്ലെങ്കിൽ മതാതീത ആത്മീയത തുടങ്ങിയ കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് വളരെ ചർച്ചയായിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ നവോത്ഥാന നായകരെ ഹിന്ദു സനാതന ധർമ്മത്തിൽ നിന്ന് മാറ്റി നിർത്തി സംസാരിക്കുന്ന ഒരു പ്രവണത പൊതുവെ ഇടതുപക്ഷവും ഒക്കെ പിന്തുടരുന്നുണ്ട്. എങ്ങനെ കാണുന്നത്? അത് നവോത്ഥാനത്തെക്കുറിച്ചുള്ള അല്പജ്ഞാനമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഒരു നവോത്ഥാനത്തിനും മതാതീതമായിട്ടുള്ള നവോത്ഥാനമല്ല ഉണ്ടായത്. നവോത്ഥാനങ്ങളെല്ലാം മതത്തിൻ്റെ ഒരു ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള നവീകരണങ്ങളാണ്. മതനിഷേധം ഒരു ഘട്ടത്തിലും ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. അത് കേരളത്തിന് പുറത്ത് പരിശോധിച്ചാലും കേരളത്തിനകത്ത് പരിശോധിച്ചാലും എല്ലാ നവോത്ഥാനങ്ങളും ആധ്യാത്മികതയുടെ പിൻബലമില്ലാത്ത ഒരു നവോത്ഥാനത്തിനും നമ്മുടെ രാജ്യത്ത് നിലനിൽപ്പുണ്ടായിരുന്നില്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമാണ്. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ മറ്റേത് നവോത്ഥാന നായകന്മാരെക്കാൾ കൂടുതൽ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ അരുവിപ്പുറത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പ്രതിഷ്ഠ എന്താണ്? ശിവപ്രതിഷ്ഠയല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിഷ്ഠ ചെയ്യാമായിരുന്നല്ലോ. അദ്ദേഹം പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളെല്ലാം നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു ക്ഷേത്രം ഇത് മതാതീത കേന്ദ്രമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും നടക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരമെന്നല്ല, നമ്മുടെ നാട്ടിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള പാരമ്പര്യമാണ്. ഒരിക്കലും മതാതീതമായ ഒരു കാഴ്ചപ്പാട് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഘട്ടത്തിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ഗണാഷ്ടകം എഴുതുമോ? ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെല്ലാം പരിശോധിച്ചാൽ മതി. എല്ലാ കൃതികളിലും ഉണ്ടാകുന്ന ഭാരതീയമായ ആധ്യാത്മികതയുടെ സത്തയാണ്. ഇന്ന് പറയുന്ന സനാതനധർമ്മത്തിൻ്റെ സത്തയാണ് നാരായണ ഗുരുദേവൻ്റെ എല്ലാ കൃതികളിലുമുള്ളത്, നാരായണ ഗുരുദേവൻ്റെ എല്ലാ പ്രസംഗങ്ങളിലുമുള്ളത്. അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെയും കൃതികളുടെയും ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമുക്കെങ്ങനെ മനസ്സിലാക്കുക? നാരായണ ഗുരുദേവൻ അറിയണമെങ്കിൽ കുമാരനാശാൻ്റെ കൃതികളിലൂടെ കടന്നു പോയാൽ മതി. കാരണം നാരായണ ഗുരുദേവനുമായിട്ട് ഏറ്റവും ആത്മബന്ധമുണ്ടാവുകയും
ഗുരുദേവൻ ആരംഭിച്ചിട്ടുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയുമാണ് കുമാരനാശാൻ. നാരായണ ഗുരുദേവനെ അടുത്തറിയുകയും നാരായണ ഗുരുദേവൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. കുമാരനാശാനേക്കാൾ നാരായണ ഗുരുദേവനെ സാക്ഷ്യപ്പെടുത്താനുള്ളത് ആരാണ് പിന്നെ? രണ്ടാമത്, നാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലുള്ള സംസാരമുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ഗാന്ധിജിയും നാരായണ ഗുരുദേവനും തമ്മിലുള്ള സംസാരത്തിൽ എന്താണ് നമ്മുടെ നാട്ടിലെ നവോത്ഥാനത്തിൻ്റെ അടയാളം എന്തായിരിക്കണം എന്ന് കൃത്യമായി നാരായണ ഗുരുദേവൻ ഗാന്ധിജിയോട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ധാരാളം നമുക്ക് ഇന്നത്തെ തലമുറക്ക് നാരായണ ഗുരുദേവനെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്, എത്രയോ ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങൾ ഒരു പാഠമെങ്കിലും ഈ പിണറായി വിജയന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഈ അബദ്ധം പറയിക്കില്ലായിരുന്നു. എന്തായിരിക്കും അങ്ങനെ ഒരു പറയാൻ ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരാമർശം നടത്തില്ലല്ലോ? അത് വളരെ കൃത്യമാണ്. കേരളത്തിൽ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ചും നാരായണ ഗുരുദേവനെ ഒരു ദൈവമായി കരുതിക്കൊണ്ട് ആരാധിക്കുകയും അതനുസരിച്ച് ജീവിതക്രമം രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സമൂഹങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഈഴവ സമൂഹം. ആ ഈഴവ സമൂഹത്തിൻ്റെ തുടർച്ചയായിട്ട് മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങളുമുണ്ട്. അവരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ CPMൻ്റെ വോട്ട് ബാങ്കായിരുന്നു. ആ വോട്ട് ബാങ്കിൽ CPMന് വിള്ളൽ വരുന്നു. ആ വോട്ട് ബാങ്ക് സ്വാഭാവികമായിട്ടും ദേശീയ ശക്തികൾക്ക് അനുകൂലമായിട്ട് വരുന്നു. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ഈ പ്രാവശ്യം വലിയ തോതിൽ ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾ, ഈഴവ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ BJPയെ സഹായിച്ചിട്ടുണ്ട്. അപ്പം BJPയെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പുറകോട്ട് നയിക്കാൻ നാരായണ ഗുരുദേവൻ ഇതിനെല്ലാം എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നാരായണ ഗുരുദേവൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ ഗുരുദേവ സൂക്തങ്ങളും ഗുരുദേവൻ്റെ ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈഴവ ജനവിഭാഗത്തിൻ്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് എല്ലാ കാലത്തും നടന്നിട്ടുള്ളതാണ്. എല്ലാ കാലത്തും ഹിന്ദു സമൂഹത്തിൻ്റെ യൂണിറ്റി വരുന്ന സമയത്ത് അതിനെ തുരങ്കം വെക്കാൻ എല്ലാ കാലത്തും CPM ശ്രമിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പല കാർഡുകൾ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ അത് ഉപയോഗപ്പെടുത്തുന്നു. ഹിന്ദു സമൂഹം, ഭൂരിപക്ഷ സമൂഹം ജാതിക്ക് അതീതമായിട്ട് ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഹിന്ദു സമൂഹത്തിൻ്റെ സംഘടിതമായൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിലനിൽക്കില്ല എന്ന് കോൺഗ്രസ്സിന് നന്നായിട്ടറിയാം, CPMന് നന്നായിട്ട് അറിയാം. ഇപ്പോൾ അങ്ങനൊരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. സാമുദായിക വികാരത്തിനപ്പുറത്ത് ഒരു ദേശീയ ഉണർവ് കേരളത്തിൽ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് മുളയിലെ നുള്ളണം എന്നുള്ള ആഗ്രഹമാണ് CPMനുള്ളത്. അതുകൊണ്ടാണ് സനാതനധർമ്മത്തെയും നാരായണ ഗുരുദേവനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവാദമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലിപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാവുന്നു. മുനമ്പത്തും ഒക്കെ പ്രതിഷേധങ്ങൾ ദിവസങ്ങൾ പിന്നിട്ടു, മാസങ്ങൾ പിന്നിട്ടു. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ SNDPയുടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, നായാടി മുതൽ നസ്രാണി വരെയുള്ള ഒരു ഐക്യം സാധ്യമാണ് എന്നുള്ള രീതിയിലൊരു പരാമർശം നടത്തി. എങ്ങനെ കാണുന്നു? ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു സഖ്യമാണത്. കാരണം സമാനമായിട്ടുള്ള വെല്ലുവിളികൾ ഭൂരിപക്ഷ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും നമ്മുടെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും നേരിടുന്ന ഒരേ വെല്ലുവിളി കേരളത്തിലെ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ പല തരത്തിലാണ്, പല തലത്തിലുമാണ്. അപ്പം അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിലും ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് സമാനമായിട്ടുള്ള അനുഭവങ്ങളുടെ സമൂഹം എന്നുള്ള നിലക്ക് ഭൂരിപക്ഷ സമൂഹവും ക്രിസ്ത്യൻ സമൂഹം യോജിക്കേണ്ടി വരും. മറ്റൊന്ന്, ഇപ്പം ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ജനസംഖ്യാനുപാതികമായിട്ട് ലഭിക്കുന്നില്ല എന്നൊരു പരാതി ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ട്. ഇപ്പം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പണം അത് വിതരണം ചെയ്യുന്ന സമയത്ത് അതൊരു ജനസംഖ്യയുടെ ആനുപാതിക ക്രമം അനുസരിച്ചാവണം. അങ്ങനെ ആവുന്നില്ല എന്നുള്ള പരാതി ദീർഘകാലമായിട്ട് ക്രിസ്ത്യൻ സമൂഹം ഉയർത്തുന്ന പരാതിയാണ്. ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് ഭരണഘടനാപരമായിട്ട് അവകാശപ്പെട്ട പല കാര്യങ്ങളും കേരളത്തിൽ ലഭിക്കുന്നില്ല. അത് സംഘടിതമായിട്ടുള്ള ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, രാഷ്ട്രീയ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹം അത് കവർന്നെടുക്കുന്നു എന്ന പരാതി പല ക്രിസ്ത്യൻ സംഘടനകളും മുമ്പോട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൽ കുറേയേറെ വസ്തുതകളുമുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനൊരു ഐക്യം
രൂപപ്പെട്ടു വരുന്നത്. ആ ഐക്യത്തിൻ്റെ വിശാലമായൊരർത്ഥമായിരിക്കാം ഒരുപക്ഷെ വെള്ളാപ്പള്ളി സൂചിപ്പിച്ചത്. ഒരു പൊതുവായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും കുറച്ചുകൂടി ഒരുമിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ അനുഭവങ്ങൾ രണ്ട് സമൂഹത്തിനുമുണ്ട്. അതൊരു പക്ഷേ ഭാവിയിൽ ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടു വന്നാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. നേരത്തെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതകൾ വികസിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ 2025 ആ ഒരു വലിയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അതിനപ്പുറം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണം ഒരു ഏകദേശമൊക്കെ പൂർത്തിയാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു വികസന നേട്ടങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റേതാണ് എന്നുള്ളത് ജനങ്ങളെ എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞു? തീർച്ചയായിട്ടും അത് BJP പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ദേശീയപാതാ വികസനം കേന്ദ്ര ഗവൺമെൻറ്റിതാണെന്ന് അറിയാത്തവരാരായിട്ടില്ല. ഇവരെ ആകെ മുഹമ്മദ് റിയാസ് ചെയ്യുന്നത് ദേശീയപാതയുടെ വികസനം നടക്കുന്ന സ്ഥലത്ത് പോയി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി ഒരു ഫോട്ടോ എടുക്കുക, ചില പ്രസ്താവന നടത്തുക. എന്ത് അധികാരത്തിൻ്റെ പുറത്താണ് അദ്ദേഹം പ്രസ്താവന നടത്തുന്നറിയില്ല. പിന്നെ മന്ത്രി വിളിച്ചാൽ ഉദ്യോഗസ്ഥന്മാർ പോകും, സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്നു, കോൺട്രാക്ടർമാർ വിളിക്കുന്നു, മന്ത്രി ചില സന്ദർശനം നടത്തുന്നു, അവലോകനം നടത്തുന്നു, എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതൊരു വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. ദേശീയപാത വികസനം എന്നുള്ളത് 100% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. അതെല്ലാവർക്കും അറിയാം. ഞങ്ങളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേതെങ്കിലും പദ്ധതിയെ പോലെ ദേശീയപാത വികസനം നരേന്ദ്രമോദിയുടേതാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാളും കേരളത്തിലില്ല. അത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഇവർക്ക് തോന്നുകയാണ്. പിന്നെ ഞങ്ങൾ ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് വികസന പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള സമ്പർക്കവും ഞങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ ആകെ നടക്കുന്ന വികസന പ്രവർത്തനം എന്നുള്ളത് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവും ദേശീയപാത വികസനവും മാത്രമാണ്. വേറെ ഒരു വികസനവും ഈ കഴിഞ്ഞ നാളിതുവരെ നിങ്ങൾ നോക്കിയാൽ മതി, കേരളത്തിൽ എവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 20% വോട്ടിലേക്ക് BJP എത്തിയിട്ടുള്ളത്. ജനങ്ങൾക്ക് ഇക്കാര്യം ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. 2025 ദേശീയപാത വികസനത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാകും. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുടെ പണിയും അപ്പോഴേക്ക് പൂർത്തിയാകും. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കി 2025 ഡിസംബറിൽ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസനം നടത്തുന്നത് ആരാണ് എന്ന് ജനങ്ങൾക്ക് ഒന്നുകൂടി ബോധ്യമാകും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. വയനാടുമായിട്ടുള്ള വിഷയങ്ങൾ, വയനാട് ആ സംഭവം, അദാരുണമായ ദുരന്തം കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിച്ചു. പക്ഷേ എന്നിട്ടും കേരളത്തിന് വേണ്ട സഹായം ചെയ്യുന്നില്ല എന്ന് ഇരുപക്ഷവും UDFും LDFും ആരോപിക്കുന്നു. എന്താണ് അതിൽ പറയാനുള്ളത്? UDFിൻ്റെയും LDFിൻ്റെയും ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് ഹൈക്കോടതി വിധിയോടുകൂടി വ്യക്തമായിട്ടുള്ളതാണല്ലോ. അപ്പം BJPയോ കേന്ദ്ര ഗവൺമെൻറ്റോ മറുപടി പറഞ്ഞാൽ രാഷ്ട്രീയമാണെന്ന് പറയാം. കോടതിക്ക് രാഷ്ട്രീയമില്ലല്ലോ. കോടതി രണ്ടു കൂട്ടരുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് സംസ്ഥാന സർക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ആളുകളെ പറ്റിക്കാൻ നോക്കരുത്, ആളുകളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് സാമ്പത്തിക സഹായം കൊടുക്കാൻ പല മാർഗങ്ങളാണ്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ ദുരന്തം നടത്തുന്ന അടുത്ത മണിക്കൂർ മുതൽ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സഹായവും കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പോലും സമ്മതിക്കുന്ന കാര്യമാണ്. നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് മുഖ്യമന്ത്രി വിളിക്കുന്നു. സാധാരണ മുഖ്യമന്ത്രി അങ്ങോട്ടാണ് വിളിക്കേണ്ടത്. ഇതങ്ങനെയല്ല ഉണ്ടായത്. പ്രധാനമന്ത്രി ഇങ്ങോട്ടാണ് മുഖ്യമന്ത്രി ആദ്യമായിട്ട് വിളിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാജി മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ചു, സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. എല്ലാ സഹായവും ഈ അടുത്ത മണിക്കൂറിന് ലഭ്യമാണെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംവിധാനങ്ങളും, സൈന്യം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും വയനാട്ടിലെത്തി. ഒരു മന്ത്രിയെ വയനാട്ടിലേക്ക് അയച്ചു. ആ മന്ത്രിയോട് 3 ദിവസം അവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തു. വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് മാസങ്ങളെടുത്താണ് ഒരു ബെയിലി പാലം പൂർത്തിയാവുക. പക്ഷേ അവിടെ 2-3 ദിവസം കൊണ്ടത് പൂർത്തിയായി. എല്ലാ കാര്യങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി നേരിട്ട് വന്നു. പ്രധാനമന്ത്രി നേരിട്ട് ആ സ്ഥലമൊക്കെ സന്ദർശിച്ചു. പ്രധാനമന്ത്രിയുടെ കൂടെയാണ് മുഖ്യമന്ത്രി പോയത്. മുഖ്യമന്ത്രി ആ ദുരന്തബാധിത പ്രദേശത്ത് ബെയിലി പാലം വരെ പോയി തിരിച്ചു വന്ന മുഖ്യമന്ത്രി, ഞാൻ മുഖ്യമന്ത്രി പോകണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമുണ്ടാകാം, നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഒരു പക്ഷേ ആരോഗ്യ പ്രശ്നമുണ്ടായിരിക്കും, കാരണം അതൊരു ദുരന്തമുഖമാണല്ലോ. പക്ഷേ പ്രധാനമന്ത്രിയുടെ കൂടെയാണ് മുഖ്യമന്ത്രി പിന്നെ ആ സ്ഥലങ്ങളൊക്കെ പോയത്. പ്രധാനമന്ത്രി എല്ലാ സ്ഥലത്തും പോയി കണ്ടു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെ യോഗം കളക്ടറേറ്റ് വിളിച്ചു കൂട്ടി. എല്ലാം കേട്ട ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തരൂ, അനുഭാവം പരിഗണിക്കാം. സർക്കാരിന് ഇതെല്ലാം ചെയ്യാൻ സാധിക്കൂ.
സർക്കാരിനൊരു സ്ഥലത്ത് സഹായിക്കുമ്പോൾ അത് നിയമപരമായിട്ട് മാത്രമേ സർക്കാരിനെ സഹായിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ കണക്കുകൾ തയ്യാറാക്കണം, ആ കണക്ക് വിശദമായി പരിശോധിക്കണം. കേരള ഗവൺമെൻറ് ഈ കണക്ക് കൊടുത്തിട്ടുള്ളത് നവംബർ മാസം 13-ാം തീയതിയാണ്. ദുരന്തം കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ നവംബർ മാസം 13-ന് മാത്രം കണക്ക് കൊടുത്ത ഒരു ഗവൺമെൻറ് അത് കഴിഞ്ഞിട്ട് 2 മാസം പോലും ആയിട്ടില്ല. അതിന് മുമ്പേ 1 മാസം കഴിയും മുമ്പേ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ യുക്തിയുള്ളത്. 4 മാസം ഇവർക്ക് ഇതിനുള്ളിൽ ഒരു ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് അത് വിലയിരുത്തി അതിൻ്റെ കൃത്യമായ തുക കണക്കാക്കി നിയമപരമായുള്ള പ്രക്രിയ പൂർത്തിയാക്കി, അതായത് അതിനൊരു വിദഗ്ധ സമിതിയുണ്ട്. ആ വിദഗ്ധ സമിതി പരിശോധിക്കണം. പരിശോധിച്ച ശേഷം അവരുടെ റിപ്പോർട്ട് മന്ത്രിസഭയിലേക്ക് എത്തണം. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മറ്റൊരു കമ്മിറ്റിയുണ്ട്, അത് പരിശോധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള പല പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ സർക്കാരിന് കൊടുക്കാൻ സാധിക്കൂ. ഇവർ കണക്കുകൾ കൊടുക്കാൻ ഡിലേ ആയപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തത്. ഈ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടുണ്ട്. ആ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ഡിസംബർ മാസത്തിലേക്ക് കൊടുക്കേണ്ട തുക അഡ്വാൻസ് ചെയ്ത് കേരളത്തിന് കൊടുത്തത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവർ കണക്ക് കൊടുക്കാൻ വൈകിയതുകൊണ്ടാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചക്ക് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. പാർലമെൻറ്റിൽ ഈ പ്രാവശ്യം എം പിമാരെ കാര്യം ഉന്നയിച്ച സമയത്ത് കണക്കുകളും ഡേറ്റും സഹിതം കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു കാര്യം ഇതിനോട് അനുബന്ധമായി ഞാൻ പറയുന്നത്, ശരി, ഇവരിനി രാഷ്ട്രീയമായിട്ട് ഇവർ പറയുന്ന കാര്യം ഓക്കെ, 2000 കോടിയാണ് ഇവർ ചോദിച്ചത്. അതിൻ്റെ വാസ്തവികതയെക്കുറിച്ച് തന്നെ ആളുകൾക്ക് സംശയമുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ കേരളത്തിൻ്റെ കുറച്ച് പൈസ കൂടുതൽ കിട്ടുന്നതിൽ നമുക്കാർക്കും വിരോധമൊന്നുമില്ല. പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്നിട്ടുള്ള പൈസയുണ്ട്, അത് ചിലവാക്കാൻ ഒരാളുടെയും തടസ്സം ഉണ്ടായിരുന്നില്ല. അതിനൊരു മാസ്റ്റർ പ്ലാൻ ഇവരെന്താ ചെയ്യുന്നത്? ഇപ്പോഴാണല്ലോ 2 ടൗൺഷിപ്പുകളിൽ നിന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇവർ ഉണ്ടാക്കിയത്. ആ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമാണ് വയനാട്ടിലുള്ളത്, വലിയ അഭിപ്രായ വ്യത്യാസമാണുള്ളത്. ഇരിക്കട്ടെ, എന്നാലും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത് അത് ഇത്രയും താമസം എന്തിനാണ്? നേരത്തെ ഉണ്ടാക്കാമായിരുന്നല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ, ഒന്ന് ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല, മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥ നേതൃത്വമാണെങ്കിൽ ഇത് അങ്ങേയറ്റത്ത് പിടിപ്പ്, ഒരു ദുരന്തം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന പ്രാഥമികമായ പാഠം പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്റും. കേരളത്തിലെ ഞാൻ മന്ത്രിമാരെ മാത്രമല്ല, ഒഫീഷ്യൽസ് അടക്കമുള്ള ആളുകൾ. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വയനാട്ടിൽ ആദ്യം മുതൽ അവസാനം വരെ നാം കണ്ടിട്ടുള്ളത് ഏകോപനമില്ലായ്മയുടെ അങ്ങേയറ്റത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ദുരന്തമുഖത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന പ്രാഥമിക പാഠമാണ് ഈ സർക്കാർ പഠിക്കേണ്ടത്. അത് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അപ്പോൾ അത് ഹൈക്കോടതി വിധിയോടുകൂടി ഇത് പൊളിഞ്ഞുപോയി. നേരത്തെ പറഞ്ഞു RSS 100 വർഷം പിന്നിടുകയാണ്. അതുപോലെ തന്നെ ഏകദേശം 100 വർഷത്തിനപ്പുറം വന്നൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും. ഇവരുടെ രണ്ടുപേരുടെയും വളർച്ച എങ്ങനെ കാണുന്നു? അല്ല, ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ ഇല്ലാതായി. ഇന്ന് എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർ പോലും പറയുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതിലൊക്കെ അവശേഷിക്കുന്ന രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ചൈനയാണല്ലോ. ചൈന എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പേ കമ്മ്യൂണിസം വിട്ട് മുതലാളിത്തത്തിൻ്റെ പാതയിലേക്ക് പോയി. പേരിൽ മാത്രമേ കമ്മ്യൂണിസം ഉള്ളൂ. അവിടെ മൂലധന ശക്തികെടുക്കളുടെ പ്രവർത്തനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമായിട്ട് അവർ മാറുന്നു. കമ്മ്യൂണിസത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിനെതിരെയാണ് ഉള്ളത്. പിന്നെ ഒരു പാർട്ടി എന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോൾ പോലും ലോകത്ത് എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത്? എവിടെയില്ല. ഇന്ത്യയിൽ RSS ആരംഭിക്കുന്നതിന് 5 വർഷം മുമ്പെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1920-ലാണ്, സംഘം ആരംഭിക്കുന്നത് 25-ലാണ്. ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാരുടെ മനസ്സിൽ, തൊഴിലാളികളുടെ മനസ്സിലൊക്കെ ഒരു രക്ഷാകവചമായിരുന്നു, ഒരു ആവേശമായിരുന്നു. അതൊക്കെ ഇന്ന് പോയി ഇന്ത്യയിൽ എവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ഇന്ത്യയിൽ എവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്ന് മാത്രമല്ല, ഉള്ളൊരു സ്ഥലം കേരളമാണ്. ആ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ ഒരു സ്ഥാപനം പോലെ നടത്തി, സർക്കാർ സ്ഥാപനം നടത്തിക്കൊണ്ടുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുകയാണ്. കുറേ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനം കുറേ ആളുകൾ ജോലിക്ക് വന്നു, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടുപോകാൻ. അല്ലാതെ പാർട്ടി എന്നുള്ളതിലേക്ക് എന്ത് ആശയപരമായ തത്വമാണുള്ളത്? ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയുള്ളത് ഈ ഭാരതം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഏത് പ്രദേശത്താണോ പ്രവർത്തിക്കുന്നത്
അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചില്ല. ഭാരതത്തിലെ ജനങ്ങൾക്ക് അത് ഏത് പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാർക്കും ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളുണ്ട്. അതൊരു നമ്മുടെ നാടിൻ്റെ പ്രത്യേകത, ഒരു ആധ്യാത്മികതയുടെ അടിത്തറയിലാണ് ഭാരതം വളർന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും അവിടുത്തെ ഏത് ജനങ്ങളുടെ ഏത് ജീവിതവുമായി ബന്ധപ്പെട്ടും അതിനൊരു ആധ്യാത്മിക ടച്ചുണ്ട്. ഉത്സവങ്ങളാവട്ടെ, കുടുംബങ്ങളിലെ ആഘോഷങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷപ്പെട്ടതാവട്ടെ, ഇതിനൊക്കെ ഒരു ആധ്യാത്മിക ടച്ചുണ്ട്. അതിനെ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും വളരാൻ വേണ്ടി സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് അവരാദ്യം തന്നെ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നിലയായിട്ട് നിലപാട് സ്വീകരിച്ചു. അതൊരിക്കലും ഡൈജസ്റ്റ് ആവില്ല, ദഹിക്കില്ല. അത് കഴിക്കാൻ തുടങ്ങിയ ആളുകൾക്ക് ഛർദ്ദിക്കും. അത് കുറേ ആളുകൾ കഴിക്കാൻ ശ്രമിച്ചു, അവർക്ക് ദഹിക്കാത്തതുകൊണ്ട് അവർ ഛർദ്ദിച്ചു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഇല്ലാതായത്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ദുരന്തം. എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഴച്ചു പോയത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ നിരാകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി ഗാന്ധിജിയാണ് അത് ആദ്യം മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുമെല്ലാം രാമരാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാത്രമാണ്. കാരണം രാമൻ എന്നുള്ള വികാരം ഭാരതീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ഗാന്ധിജിയെപ്പോലെ മനസ്സിലാക്കിയിട്ടുള്ള വളരെ അപൂർവമാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് രാമനെ കൊണ്ടുവന്നാരാ? രാഷ്ട്രീയത്തിലേക്ക് രാമനെ കൊണ്ടുവന്നത് BJP അല്ലല്ലോ. രാഷ്ട്രീയത്തിലേക്ക് രാമനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഗാന്ധിജിയാണ്. ഗണേശനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് BJP അല്ലല്ലോ, സംഘപരിവാറല്ലല്ലോ, ബാലഗംഗാധര തിലകനാണ്. അപ്പോൾ തിലകനെ പോലുള്ള ഗാന്ധിജിയെ പോലെ ആളുകൾ രാമനെയും ഗണേശനെയും ഒക്കെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അതിനെ അടർത്തി മാറ്റി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കൊരു ജീവിതമില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു സമൂഹത്തെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാർത്ഥികൾ, യുവാക്കൾ ഒരു വലിയ ഘടകമാണ്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലും തുടർന്നങ്ങോട്ടുമൊക്കെ എങ്ങനെയാണ് BJPയുടെ ഒരു സ്വാധീനം എങ്ങനെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും യുവാക്കളും ഇന്ന് അവർക്ക് ആഭിമുഖ്യമുള്ള പാർട്ടി BJP തന്നെയാണ്. ഇപ്പോൾ സംഘപരിവാർ ആണെങ്കിൽ വിദ്യാർത്ഥി പരിഷത്താണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന. ഈ രാജ്യത്തെ മാക്സിമം യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ സ്വാധീനം അവർക്ക് തന്നെയാണ്. BJP ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്ന പാർട്ടി ഇന്ന് BJP ആണ്. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും സംഘടനാപരമായിട്ടാണെങ്കിലും പുതിയ ആളുകളെ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെയൊക്കെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം BJPയുടെ ഭാഗത്തുണ്ട്. കാരണം പുതിയ തലമുറ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പരിജ്ഞാനമുള്ള ഒരു തലമുറയാണ്. അവർക്ക് അവരുടെ IQ എന്ന് പറയുന്നത് ഒരു 25 വർഷം മുമ്പത്തെ ആളുകൾ പോലെയല്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങളെക്കുറിച്ച് ഗ്രാസ്പ് ചെയ്യാൻ പവറുള്ളവരാണ്. അപ്പോൾ അവരെ ആകർഷിക്കാൻ സാധിക്കുന്നത് നൽകൽ ഏറ്റവും പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ചിന്താഗതികളും പ്രവർത്തനമൊക്കെ BJPയുടെ ഭാഗമായിട്ട് ഇന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ BJPയുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ പാർട്ടി സംഘടനാപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ശൈലി ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. ഇപ്പം BJPയുടെ ഒരു മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 45 വയസ്സാണ്. 45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് BJPയുടെ മണ്ഡലം പ്രസിഡൻ്റ് ആകാൻ സാധിക്കില്ല. അപ്പോൾ കേരളത്തിലാണെങ്കിൽ 280 സംഘടനാ മണ്ഡലമുണ്ട് BJPക്ക്. ആ 280 മണ്ഡലങ്ങളിലും പ്രസിഡന്റുമാരാവുന്ന 45 വയസ്സ് പ്രായം. 45 എന്നുള്ളത് ഇപ്പം ചെറുപ്പമാണ്, യുവത്വമാണ്. കാരണം മനുഷ്യൻ്റെ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചു. പണ്ടൊക്കെ 55-60 വയസ്സ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രായമുള്ളതാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ആളുകൾ പിന്നെ 25 വർഷം കൂടി വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്യും. അപ്പോൾ 70, 75, 80 ഒക്കെയാണ് നമ്മുടെ ശരാശരി നമ്മുടെ ആയുർദൈർഘ്യമായി മാറിയുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ 45 എന്ന് പറയുന്ന യുവത്വത്തിൻ്റെ കാലഘട്ടമാണ്. ആ 45 വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷന്മാരായിട്ട് BJP പരിഗണിക്കുന്നത്. ഇപ്പം ഞങ്ങൾ BJPയുടെ യുവജന സംഘടനയ്ക്ക് യുവമോർച്ചയുണ്ട്. 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് യുവമോർച്ച പ്രവർത്തിക്കാം. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ പ്രസിഡൻ്റായിട്ട് വരേണ്ടവർ 30 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ ഒക്കെ പ്രായപരിധി നിശ്ചയിച്ച് ഞങ്ങൾ 30 വയസ്സാണ് യുവമോർച്ചയുടെ. എന്ന് പറഞ്ഞാൽ
യൂണിവേഴ്സിറ്റി ലൈഫ് വിട്ട് നേരെ പുറത്തു വരുന്ന ഒരു വിദ്യാർത്ഥി, ഇപ്പോൾ 20-22 വയസ്സിലാണ് ഒരാൾ ഒരു അക്കാഡമിക് ജീവിതം കഴിഞ്ഞ് പുറത്തു വരുന്നത്. അങ്ങനെ നേരിട്ട് പുറത്തു വരുന്ന ആളുകളെ, ഇപ്പോൾ യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡൻ്റെ പ്രായപരിധി ഞങ്ങൾ നിശ്ചയിച്ചത് 22 വയസ്സാണ്. ഒരു 22കാരനെ ഒരു മണ്ഡലം പ്രസിഡൻ്റാക്കാൻ ധൈര്യപ്പെടുന്ന പാർട്ടി BJP അല്ലാതെ വേറൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ, വിദ്യാഭ്യാസം കഴിഞ്ഞ് സർവകലാശാല വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്ന ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്ത് BJP രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഗുണമാണ് കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് ഞങ്ങൾ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള പാർട്ടിയായിട്ടൊന്ന് BJPക്ക് മാറാൻ സാധിക്കുന്നത്. 2025 പഞ്ചായത്ത് കോർപ്പറേഷൻ തുടങ്ങിയ വലിയൊരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വർഷം നിയമസഭ. BJP എങ്ങനെ കാണുന്നു? 2025-ഉം 2026-ഉം കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല 2 വർഷങ്ങളായിരിക്കും. കാരണം അത്രയധികം ആത്മവിശ്വാസം ഓരോ BJP പ്രവർത്തകനുമുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് കേരളത്തിലൊരു വിന്നബിലിറ്റി ഇല്ല എന്ന് ബോധപൂർവം പ്രചരിപ്പിച്ച ആളുകളൊക്കെ അത് മാറ്റി പറയേണ്ടി വന്നു. BJPക്ക് ജയിക്കാൻ സാധിക്കും. BJPക്ക് ജയിക്കാൻ സാധിക്കുന്നത് BJPയുടെ പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല, താരതമ്യേന BJP ദുർബലമാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്ന മേഖലകളിലേക്ക് പോലും ഞങ്ങൾക്ക് പടർന്നു കയറാൻ വേണ്ടി സാധിക്കുന്നു. ഞങ്ങൾക്ക് ആളുകൾ BJPയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട 2 കോർപ്പറേഷനുകൾ ഞങ്ങളാണ് ഏറ്റവും വലിയ പാർട്ടി. തൃശ്ശൂരും തിരുവനന്തപുരത്തും ഞങ്ങളാണ് ഏറ്റവും വലിയ പാർട്ടി. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ BJPയാണ്. കേരളത്തിൽ നിരവധി മുനിസിപ്പാലിറ്റികളിൽ ഞങ്ങൾ ഒന്നാമത്തെ പാർട്ടിയായിട്ടുണ്ട്. 100-100-ലേറെ പഞ്ചായത്തുകളിൽ BJP ഒന്നാമത്തെ പാർട്ടിയാണ്. അപ്പോൾ അത് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ സ്വാധീനം ഒന്നുകൂടി കൂടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 2025 ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം UDFനും LDFിനോട് ഒപ്പത്തിനൊത്തൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരു മുന്നണിയായിട്ട് 25 ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP മാറും. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിരിക്കും 2026 കേരളത്തിലുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ 2026 അസംബ്ലി ഇലക്ഷനോടുകൂടി ഇന്ത്യയിലെ മറ്റെല്ലാ പ്രദേശങ്ങളെയും പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് BJP മാറാൻ വേണ്ടി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2025-ഉം 2026-ഉം കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വർഷങ്ങളായിരിക്കും. ഞങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞു. അതായത് എതിർപ്പിൻ്റെ, അവഹേളനത്തിൻ്റെ, അപമാനത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ ഘട്ടം കഴിഞ്ഞു. ഇനി കേരളത്തിലെ BJPക്കുള്ളത് അംഗീകാരത്തിൻ്റെ വർഷങ്ങളാണ്. ആ അംഗീകാരത്തിൻ്റെ വർഷങ്ങളുടെ ഭാഗമായിട്ടാണ് 25-നെയും 26-നെയും ഞാൻ കാണുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ചുമതലയുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ സംഘടനകൾ ഭാവിയിൽ എന്താകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്തയുണ്ടാകുമല്ലോ. 2026-ൽ LDFനെയും UDFനെയൊക്കെ നയിക്കാൻ പോകുന്ന ആരായിരിക്കും? വിശകലനം ചെയ്തിട്ടുണ്ടോ? മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ആര് നിയന്ത്രിക്കുമെന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നതിൽ പ്രസക്തിയൊന്നുമില്ല. ആ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര നിലപാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു CPMൽ പിണറായി വിജയൻ മാറേണ്ടി വരും പല കാരണങ്ങൾ കൊണ്ടും. പക്ഷേ പിണറായി വിജയനെ കോമ്പറ്റേറ്റീവ് എന്ന ഒരാളെ അവർ വളർത്തിക്കൊണ്ടുവന്നിട്ടില്ല. കോൺഗ്രസ്സിലും പ്രശ്നം അതാണ്. കോൺഗ്രസിൻ്റെ പ്രശ്നം VD സതീശൻ പ്രതിപക്ഷ നേതാവായി, ഇപ്പോൾ VD സതീശൻ്റെ നേതൃത്വത്തിനായിട്ട് പരസ്യമായി കലാപം തുടങ്ങിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല രംഗപ്രവേശം ചെയ്യുന്നു. അതായത് UDF രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറേ സോഷ്യൽ ഫാക്ടേഴ്സിൻ്റെ ഒരു സംഘാതമാണത്. അവരങ്ങനെയാണല്ലോ, ലീഡർഷിപ്പ് ഇവരെങ്ങനെയാണ്. അപ്പം ഇപ്പോൾ രമേശ് ചെന്നിത്തല ചങ്ങനാശ്ശേരി പോകുന്നു, വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോകുന്നു, സമസ്തയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതൊക്കെ യാദൃശ്ചികമായിട്ട് വരുന്നതല്ലല്ലോ. അപ്പോൾ കുറേ ആളുകൾ ബോധപൂർവ്വം രമേശ് ചെന്നിത്തല വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വേറെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആരായിരിക്കും 2026-ലെ UDFനെ നയിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് തന്നെ ഇല്ല. കാരണം ഒരു 1ാം നിര 2ാം നിര അങ്ങനെയൊന്നുമില്ലല്ലോ. BJPയിൽ എപ്പോഴും നേതൃത്വം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ലെയർ ഉണ്ടാവും, അത് താഴെ സെക്കൻഡ് ലെയർ ഉണ്ടാവും, തേർഡ് ലെയർ ഉണ്ടാവും. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ആര് എന്നുള്ളത് ഒരു പ്രസക്തിയേ ഇല്ല. പക്ഷേ കോൺഗ്രസും CPM ഒന്നും അങ്ങനെയല്ല. CPM നേരത്തെ അങ്ങനെയായിരുന്നു. സത്യത്തിൽ CPMൽ ഏതൊരാളോട് ചോദിച്ചാലും അടുത്ത നേതാവാരും എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനുള്ളതായിരുന്നു. അങ്ങനെയാണ് ഇവർ. അപ്പം അങ്ങനെയില്ല. പക്ഷേ നേതാക്കന്മാരായാലും ഒരു കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നൊരു കാര്യം ഞാൻ പറയാം.
2026 ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 26 കഴിഞ്ഞിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഒരു മുന്നണിയാവും. ആ കാര്യത്തിലൊരു തർക്കമില്ല. അതിനെ ആര് നയിക്കും? CPM നയിക്കുമോ കോൺഗ്രസ് നയിക്കുമോ? അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരു മുന്നണിയായിട്ടായിരിക്കും. 2026 കഴിഞ്ഞ് നോർമലി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരേണ്ടത് 2031 പക്ഷേ പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ള നിയമം അപ്പോഴത്തേക്കും പ്രാബല്യമായി വന്നാൽ ഒരുപക്ഷെ 2029 വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നേക്കാം. അങ്ങനെ നടക്കുകയാണെങ്കിൽ അന്ന് BJPയുടെ എതിർക്കുക CPM-ഉം കോൺഗ്രസും ഉൾപ്പെടുന്ന ഒരു മുന്നണിയായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പുകൾ അതിൻ്റെ വിജയങ്ങൾ വലിയ ഘടകമാണ്. ഇനി നിർണായകമായ 2 വർഷങ്ങളാണ് വരാൻ പോകുന്നത്. താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എല്ലാവിധ മുന്നേറ്റങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നമസ്കാരം. നന്ദി.